2025 ജൂലൈ 21 സഖാവ് VS അച്യുതാനന്ദൻ മരിച്ചെന്നറിഞ്ഞ നിമിഷം മുതൽ വലിയ ചുടുകാട്ടിൽ ആ വിപ്ലവസൂര്യന്റെ മൃതദേഹം എരിഞ്ഞടങ്ങും വരെ ഇടമുറിയാതെ കേരളം കേട്ട ശബ്ദം ഇതുമാത്രമായിരുന്നു. മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ VS എന്ന രണ്ടക്ഷരം മുഴങ്ങി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലൂടെ VSഉം VSലൂടെ കേരളവും സഞ്ചരിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ മഹാവിപ്ലവകാരിയുടെ സമരജീവിതം ഇനി ജ്വലിക്കുന്ന ഏടായി നമുക്ക് പ്രകാശമേകും. കേരളത്തിന് ആരായിരുന്നു VS? എന്തായിരുന്നു VS? 1923 ഒക്ടോബർ 20 വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VSന്റെ ജനനം വിപ്ലവ സമരങ്ങളുടെ മണ്ണായ ആലപ്പുഴയിലെ പുന്നപ്രയിലാണ്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ട VSന്റെ ബാല്യകാലം ദുരിതപൂർണമായിരുന്നു. ആ ദുരന്തകാലത്തെ അതിജീവിച്ച അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശമനുസരിച്ച് കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്കും അവിടെ നിന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും ആ പോരാളി എത്തിച്ചേർന്നു. പിന്നീട് അങ്ങോട്ട് നിലയ്ക്കാത്ത പോരാട്ടത്തിന്റെയും സമരചരിത്രത്തിന്റെയും കഥകളാണ് VS തന്റെ ജീവിതരേഖയിൽ കുറിച്ചിട്ടത്. പുന്നപ്ര വയലാർ പ്രക്ഷോഭവും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും VS എന്ന പോരാളിയുടെ 2ാം ജന്മത്തിന് കാരണമായി മാറുകയായിരുന്നു. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ VS എന്ന പേരിന് അണികളുടെ ആവേശം എന്ന മറ്റൊരർത്ഥം കൂടിയുണ്ട്. നാടുവാഴിത്തത്തിനെതിരായ സമരങ്ങളിൽ തുടങ്ങി കർഷകർക്കും തൊഴിലാളി വർഗത്തിനും പിന്നീട് പരിസ്ഥിതിക്കും സ്ത്രീ സമത്വത്തിനുമായി മാറ്റിവെച്ച 8 പതിറ്റാണ്ട്. അവസാന ശ്വാസം വരെ കർമ്മനിരതമായിരുന്നു ആ ജീവിതത്തിലെ ഓരോ നിമിഷവും. കോൺഗ്രസിന്റെ അച്യുതനെ 1967 9515 വോട്ടുകൾക്ക് തോൽപ്പിച്ച് നിയമസഭയുടെ പടികൾ കയറിയതോടെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രവും ആരംഭിച്ചു. പിന്നീട് 1970, 91, 2001, 2006, 2011, 2016 തുടങ്ങിയ വർഷങ്ങളിൽ അച്യുതാനന്ദൻ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു രാഷ്ട്രീയ പുസ്തകമായിരുന്നു. 83-ാം വയസ്സിൽ മുഖ്യമന്ത്രിയായും 88-ാം വയസ്സിൽ പ്രതിപക്ഷ നേതാവായും VS തന്റെ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. വർത്തമാന കേരളത്തിൽ VSനോളം ക്രൗഡ് പുള്ളറായ ഒരു രാഷ്ട്രീയ നേതാവില്ല. VS പങ്കെടുക്കുന്ന വേദികളിൽ ജനം ആർത്തിരമ്പി. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ് VS. സമരം തന്നെ ജീവിതമെന്ന് വെറും 31 പേജുള്ള തന്റെ ആത്മകഥയ്ക്ക് പേരിടുമ്പോൾ ആ തലക്കെട്ടിനെ അനർത്ഥമാക്കിയ ജീവിതമാവുകയായിരുന്നു VS. അതുകൊണ്ടാണല്ലോ ജീവിതത്തിലുടനീളം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കാനായതാണ് 8 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും സംതൃപ്തി നൽകിയ കാര്യമെന്ന് VS പറഞ്ഞത്.